ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നുള്ളത് കൊടുങ്ങല്ലൂർ എൻ്റെ ഉമ്മച്ചിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോക്സ് പ്ലാന്ററിൻ്റെ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചു ഇതിൻ്റെ വുഡൻ റീപ്പർ എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പലർക്കും അത് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പകരമായിട്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് മുളക് കൊണ്ട് അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, അതുകൊണ്ട് ചെയ്ത കുറേ കാര്യങ്ങളും ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പുതിയ സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് നിർമ്മിക്കാനായിട്ട് ആദ്യം നമുക്കൊരു മുളയുടെ കഷ്ണം വേണം. അപ്പോൾ മുള എടുക്കുമ്പോൾ ഏതിനും എടുത്താലും കുഴപ്പമില്ല, എടുക്കുമ്പോൾ നല്ല മൂത്തത് നോക്കി എടുക്കാം മുളയുടെ കഷ്ണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരു ചെറിയൊരു പീസ് മാത്രമേ ഒരു ബോക്സ് ഉണ്ടാക്കാനായിട്ട് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കഷ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ പുറമേയുള്ള ആ തൊലിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും വേറെ ടൂളൊക്കെ വെച്ചിട്ട് ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞുകൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ചെറിയ ചെറിയ പീസുകൾ എടുക്കണം. അതിനായിട്ട് നമുക്ക് ഇതൊന്ന് നേർപ്പകുതിയാക്കാം. അതിനുശേഷം അതിൻ്റെ അകത്തുനിന്ന് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി, അതായത് ഒരു ചെറിയ സ്ക്വയർ ഷേപ്പിലാക്കി അത് കീറി എടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ആവശ്യമുള്ള ഒരു രീതിക്ക് ഇതുപോലത്തെ പീസുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് വെച്ച് നമുക്ക് ഇത് ബോക്സ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചെറിയൊരു 2 മില്ലിമീറ്റർ കനത്തിൽ അതൊന്നിങ്ങനെ ചെറുതാക്കി കീറി എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ആവശ്യത്തിനുള്ള പീസുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൂ യൂസ് ചെയ്യണം. അപ്പോൾ ഗ്ലൂ ഒരു വുഡ് ഫിൽ എന്ന് പറയുന്ന ഒരു ഗ്ലൂ ആണ്, ഫെവിക്കോളിൻ്റെ. ഏകദേശം ഒരു 110 രൂപ റേഞ്ച് വരും ഇതിന്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് മരമൊക്കെ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഗ്ലൂ ആണിത്. അപ്പോൾ ആ ഗ്ലൂ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കീറിയെടുത്ത പീസ് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ആ കോർണറിലോട്ടൊക്കെ, അതായത് ആ മരം മുട്ടിയിരിക്കുന്ന ഇടയിലോട്ടൊക്കെ ഈ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇത് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് എത്ര പൊക്കം ഇതിന് ആവശ്യമുണ്ട് അതിനനുസരിച്ച് പീസുകൾ വെച്ച് അടുക്കി നമുക്ക് ബോക്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ടാക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഒരു ബേസ് മോഡലായിട്ട്. അപ്പോൾ ഈ മുള കൊണ്ട് നമുക്ക് പല രീതിക്ക് പല ഷേപ്പുകളിൽ നമുക്ക് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് കാണാനായിട്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ചെയ്തു തന്നത് എൻ്റെ മാമയാണ്, അതായത് എൻ്റെ ഉമ്മച്ചീൻ്റെ ആങ്ങളയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഐറ്റംസൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴത്തൊരു ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ലിങ്ക് കൊടുക്കുക. അതിലൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമാക്ക് ടൈമുള്ള പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാമെന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്കാം, അത്യാവശ്യമുള്ളവർ മാത്രം ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ബോക്സിൻ്റെ പണിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഇനി ഈ സൈഡിലുള്ള ഈ നാരുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊരു കത്രിക വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ കുറച്ചും കൂടി ഇത് വൃത്തിയാവും. പിന്നെ സാൻഡ് ചെയ്യണമെന്നുള്ളവർക്ക് ഇത് സാൻഡ് ചെയ്തെടുക്കാം. പിന്നെ വാർണിഷ് അടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇനി ബാക്കി നിങ്ങൾ കാണുന്നത് ഈ മുളക് കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് ബാക്കിയുള്ള ഐറ്റംസാണ്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാം വീഡിയോ.
നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.